കുട്ടിപ്പയ്യൻ അത് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ സ്മെല്ല് അതിൽ കിട്ടുന്നില്ല. അപ്പോൾ അവൻ ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അത് അവിടെ കളഞ്ഞിട്ട് ആ കുട്ടി അവിടെ ഓടിപ്പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇത് ഇവൻ ആരോ കൊടുത്തതാണ്. ആ ആളുടെ സ്മെല്ല് അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ അതിൽ ആ സ്മെല്ലില്ല എന്ന് പറഞ്ഞാണ് ഇത് കളഞ്ഞിട്ട് പോയതെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ കുട്ടിപ്പയ്യനെ ഡോക്ടർമാരുടെ അപ്പോയിൻമെന്റ് ഓൾറെഡി കൊടുത്തിരുന്നു. അതിലൊരു ഡോക്ടർ അപ്പോയിൻമെന്റിന് വേണ്ടി വേറെ വിളിച്ചിരുന്നു നമ്മുടെ ഹീറോയിൻ അല്ലാതെ. അങ്ങനെ അവിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കുട്ടിപ്പയ്യനാണെങ്കിലോ ആരുമായിട്ട് അടുക്കുന്നില്ല, എല്ലാവരുമായിട്ട് ദേഷ്യമാണ്, വെറുതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആ ഒച്ചപ്പാടുണ്ടാക്കി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ എത്തുകയാണ്. അവനെ കാണുമ്പോൾ തന്നെ ഹീറോയിൻ ഇത് ആ കുട്ടിപ്പയ്യനല്ലേ ഇന്നലെ കണ്ടതെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ ആ കുട്ടിപ്പയ്യനും അവളെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ അവിടെയുള്ള ഒരു പ്ലേ റൂമിൽ അവനെ കൊണ്ടുപോയി ആക്കുന്നു. എന്നിട്ട് അവിടെ അവനെ ഇരുത്തിയിട്ട് അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോകുന്നു. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു പെൺകുട്ടി അവനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്ന് അവൻ ദേഷ്യത്തോട് കൂടി നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ എത്തുകയും ഹീറോയിൻ ആ പെൺകുട്ടിയോട് സൗമ്യമായ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് അവളെ അയച്ച് അവനുമായി കളിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇവൻ ഇവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി അവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓടി വന്ന ഹീറോ അവളെ അവിടെ നിന്ന് തള്ളി മാറ്റിയിട്ട് കൊച്ചുകുട്ടിയോട് പറയുകയാണ്, നിന്നോട് പറഞ്ഞിട്ടില്ല പരിചയമില്ലാത്ത ആരുമായി ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഹീറോയോട്, നീ ഒരുത്തി കാരണം ഇന്നലെ എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായിരുന്നില്ല, ആ ലൈവിൽ നീ കയറി വന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലായെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ, എൻ്റെ കണ്ടില്ലേ എന്നെ മുടി പകുതിയും പോയി, എന്നിട്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ എന്നിട്ട് ഒരു മര്യാദയ്ക്ക് ഞാൻ സോറി ചോദിച്ചു പോയി, നിങ്ങൾ അതുപോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അവൻ പറയുന്നു, ഓ അതെയോ മാഡം, അതിന് താങ്കൾക്ക് എന്താണ് വേണ്ടത്, ഇത്രയും മുടി പോയതിന് വല്ല നഷ്ടപരിഹാരം വേണം ചോദിക്കുമ്പോൾ അവൾ പറയും ഒരു അമൗണ്ട് പറയുന്നത്, അത് തന്നാൽ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവൻ ഒരു ചെക്കിൽ ആ അമൗണ്ട് എഴുതി അവിടെ കൊടുക്കുന്നു. എന്നിട്ട് കുട്ടി പയ്യനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ കുട്ടി പയ്യൻ പോകുന്നില്ല. എന്നിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്, ഇനി കുറച്ച് സമയം കൂടി ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ അവൻ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ കുട്ടി പയ്യനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അവൾ പിന്നെ നിന്ന് ടാറ്റ കാണിച്ച് ആ പയ്യനെ അവിടെ വിടുന്നു. അപ്പോഴാണ് അതിന്റെ പുറത്തെത്തുമ്പോൾ അവളുടെ ഫോട്ടോയുടെ അടുത്ത് വെച്ചിട്ട് ആ കുട്ടി പയ്യൻ കർച്ചിഫ് കാണിച്ചിട്ട് അവളെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിലായി ഈ കർച്ചിഫ് ഇന്നലെ അവളാണ് കൊടുത്തത് ഇവൻ എന്നുള്ള കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ നമ്മുടെ ഹീറോ ആ കുട്ടി പയ്യനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറയാതെ ഞാൻ തരാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടി പയ്യൻ നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോ വരച്ചിട്ട് കാണിച്ചിട്ട് എനിക്ക് ഇവരെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അവളെ കൊണ്ടേ ഇവനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഹീറോയുടെ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവളെ പറ്റി എന്താണ് അഭിപ്രായം, എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു, അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം സാർ, നിങ്ങളുടെ പയ്യൻ ആരുമായി കൂട്ടുകൂടുന്നതല്ല, ആദ്യമായി ഒരു ഡോക്ടറുമായി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അവരുമായാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാണ് അവരുമായി എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ചേർത്ത് വെച്ച് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, ശരിയാണല്ലേ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് വരുന്നു. ആ ഫ്രണ്ടുമായി ഇതേ കാര്യം പറഞ്ഞ് അവർ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിടത്തേക്ക് പണത്തിനൊന്നും വീഴുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു ആ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നു, അതെ അവളുടെ ഒരു കഷ്ണം മുടി പോയതിന് അവൾ എന്നോട് കാശ് വാങ്ങിച്ചതാ, അതുകൊണ്ട് അവൾക്ക് കാശ് കൊടുത്താൽ മതി, അതിനേക്കാൾ വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അവൾക്ക് അപ്പോയിൻമെന്റ്, അതായത് അവൾക്ക് മെസ്സേജ് ഒക്കെ കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ റിജക്ട് ചെയ്യുന്നു, അതിനൊന്നും അവൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവൾ മെസ്സേജ് അയച്ച് കമ്പനിയിൽ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കും നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാവില്ല, അവൾക്കില്ലേ ഞാൻ തന്നെ നേരിട്ട് ഫോൺ വിളിച്ച് കാര്യം പറയാം, അപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളെ ഡയറക്റ്റ് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവൾ വിചാരിച്ച് ഇത്രയും വലിയ ഒരാളെ പേഴ്സണൽ ആയിട്ട് ഡോക്ടറേക്കൊക്കെ ഒന്നും വിളിക്കില്ല എന്ന് വിചാരിച്ച് ഇത് വിളിക്കുന്ന വേറെ ആരോ ആണെന്ന് പറഞ്ഞിട്ട് തമാശ രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ട് അവളെല്ലാം പുച്ഛത്തോടു കൂടി കാണുന്നു. അങ്ങനെ ഇരിക്കെ അവൻ നേരിട്ട് തന്നെ അവളെ പോയി കാണാമെന്ന് പറഞ്ഞ് ഒരു പെട്ടി നിറയെ കാശും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു ഒരു പെട്ടി നിറയുള്ള ഇത് അവിടെ വെച്ചിട്ട് പറയുന്നത്, ഈ കാശൊക്കെ നിനക്കുള്ളതാണ്, ഈ കാശൊക്കെ നീ എടുത്തിട്ട് നീ എൻ്റെ മകന് പേഴ്സണൽ ഡോക്ടറായിട്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, അയ്യോ സാർ എനിക്ക് പേഴ്സണൽ ഡോക്ടറായി ഒന്നും വരാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ പുച്ഛിച്ചുകൊണ്ട് പറയുന്നു. ബാക്കി പാട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ്